ഹരി ഓം. ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ. സുപ്രഭാതം. ഹൃദ്യമായ ഒരു സുദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. ശങ്കര ഭഗവത്പാദരാൽ വിരചിതമായ ആത്മബോധം എന്ന പ്രകരണ ഗ്രന്ഥം പഠിക്കാനാണ് നാം പ്രഭാത തീർത്ഥം എന്ന ഈ പരിപാടിയിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതനുസരിച്ച് ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കാം. പ്രകരണ ഗ്രന്ഥം എന്ന പ്രയോഗം കൊണ്ട് ആചാര്യന്മാർ അർത്ഥമാക്കുന്നത് വേദാന്ത സംബന്ധിയായ അടിസ്ഥാന പാഠങ്ങളും ആശയങ്ങളും ഭംഗിയായി മനസ്സിലാകുന്നതിന് സഹായകമായി സാങ്കേതിക പദങ്ങളെയും ആശയങ്ങളെയും പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങൾ എന്നാണ്. അത്തരത്തിൽ വളരെ ലളിതവും എന്നാൽ ആലോചനാമൃതവുമായ ഒരു ഗ്രന്ഥമാണ് ആത്മബോധം. ആത്മബോധം പേര് സൂചിപ്പിക്കുന്നത് പോലെ ആത്മാവിനെ കുറിച്ചുള്ള ശരിയായ ബോധ്യത്തെ പകർന്നു തരാൻ ഉദ്ദേശിച്ചുകൊണ്ട് വിരചിതമായിട്ടുള്ള ഗ്രന്ഥമാകുന്നു. ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ ശ്ലോകം പ്രാർത്ഥനാപൂർവം നമുക്ക് ശ്രവിക്കാം. തപോഭിക്ഷീണപാപാനാം ശാന്താനാം വീതരാഗിണാം മുമുക്ഷൂണാമപേക്ഷ്യോയം ആത്മബോധോ വിധീയത്തെ. ശങ്കര ഭഗവത്പാദർ മുമുക്ഷുക്കളോടുള്ള കാരുണ്യം കൊണ്ട്, ആരാണ് മുമുക്ഷുക്കൾ? മോചനം നേടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് മുമുക്ഷുക്കൾ. എവിടെ നിന്നുള്ള മോചനം? സങ്കീർണമായ സംസാര ദുരവസ്ഥയിൽ നിന്ന്, സങ്കടക്കടലിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്ന മുമുക്ഷുക്കൾക്കായിക്കൊണ്ട് ആത്മബോധ വിധീയത്തെ, ആത്മബോധത്തെ പ്രകാശിപ്പിക്കുന്നു, വിരചിച്ചിരിക്കുന്നു. ഇനി ആരാണ് ഈ ഗ്രന്ഥം, ആത്മബോധം എന്ന ചെറു പ്രകരണ ഗ്രന്ഥം പഠിക്കാൻ അധികാരി? ഒരു ഗ്രന്ഥം ആരംഭിക്കുന്നതിന് മുൻപ് അധികാരിയെക്കുറിച്ച്, വിഷയത്തെക്കുറിച്ച്, പ്രയോജനത്തെക്കുറിച്ച്, സംബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുക എന്ന ഒരു ശിഷ്ടാചാരം പരമ്പരാഗതമായി തുടർന്നു വരുന്ന ആചാരമുണ്ട്. ശങ്കര ഭഗവത്പാദർ ഈ പ്രകരണ ഗ്രന്ഥത്തിന്റെ പ്രഥമ ശ്ലോകത്തിൽ തന്നെ ഈ ശിഷ്ടാചാരത്തെ ഭംഗിയായി അനുസരിച്ചിരിക്കുന്നു. തപോഭി, തപസ്സുകളാൽ, ക്ഷീണപാപാനാം, പാപത്തെ ക്ഷയിപ്പിച്ചവർക്ക്, ശാന്താനാം, ശാന്തമനസ്കരായവർക്ക്, വീതരാഗിണാം, രാഗത്തെ അഥവാ അറ്റാച്ച്മെന്റിനെ, ഓരോരോ ബാഹ്യ വിഷയങ്ങളിലുള്ള ആവേശത്തെ, താല്പര്യങ്ങളെ നിയന്ത്രിച്ചിട്ടുള്ളവർ, അവരാരായിരിക്കും? ഈ സംസാര സങ്കടക്കടലിൽ നിന്നും മോചനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. അത്തരം മുമുക്ഷൂണാം, മോചനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായിക്കൊണ്ട് അപേക്ഷ്യോയം, അവരെ അപേക്ഷിച്ചിട്ട്, അവർക്ക് വേണ്ടിയിട്ട്, അവരെ ഉദ്ദേശിച്ചുകൊണ്ട് അയം, ഈ ആത്മബോധോ വിധീയത്തെ, ആത്മബോധം എന്ന ഗ്രന്ഥത്തെ പ്രകാശിപ്പിക്കുന്നു. ഇങ്ങനെ അനുബന്ധ ചതുഷ്ടയം, വിഷയം ആത്മബോധമാണെന്നും അധികാരികൾ മുമുക്ഷുക്കളാണെന്നും, എങ്ങനെയുള്ള മുമുക്ഷുക്കൾ? തപസ്സുകൊണ്ട് അന്തഃകരണ ശാന്തിയും അതുപോലെ തന്നെ പാപക്ഷയവും നേടിയ വീതരാഗികൾ, വൈരാഗ്യം ആർജിച്ചവർ. വൈരാഗ്യം എന്നത് വിവേകം കൊണ്ട് നേടേണ്ടുന്ന ഒരു പക്വതയാണ്. വിഷയ ലോകത്തിലുള്ള ആവേശങ്ങളെയൊക്കെ നിയന്ത്രിച്ച് അന്തർമുഖമാകാനുള്ള കഴിവിനെയാണ് വൈരാഗ്യം എന്ന് പറയുക. ഈ വൈരാഗ്യം അനുഭവങ്ങളെ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് പാഠം പഠിക്കുന്നവരിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കും. അത്തരം വൈരാഗ്യങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട്, മുമുക്ഷുക്കളെ ഉദ്ദേശിച്ചുകൊണ്ട്, അധികാരികളെ ഉദ്ദേശിച്ചുകൊണ്ട് ആത്മബോധമാണ് പ്രമേയം, സബ്ജക്റ്റ് മാറ്റർ. പ്രയോജനമാകട്ടെ അണ്ടർസ്റ്റുഡ് ആണ്. മുമുക്ഷുക്കൾക്കായി ഉപദേശിക്കുന്നത് മോക്ഷദായകമായിരിക്കുമല്ലോ. ഇത് ബോധ്യബോധക സംബന്ധത്തോടു കൂടിയതാകുന്നു. ഈ വിഷയം അറിയുകയാണ് വേണ്ടത്. ആചരണം അറിവിന് ശേഷം ആവശ്യമില്ല. ചില സാങ്കേതിക വിഷയങ്ങളിലേക്ക് നമുക്കിപ്പോൾ കടക്കേണ്ടതില്ല. ഏതായാലും ഈ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അനുസന്ധാനം കൊണ്ട് നമുക്ക് ചെയ്യുന്ന കർമ്മങ്ങളെയൊക്കെ അന്തഃശാന്തിക്ക്, മനസ്സിൻ്റെ സ്വാസ്ഥ്യത്തിന്, ശാന്തിക്ക് ഉപകാരമാക്കാൻ ശ്രദ്ധിക്കാം. 2, ഓരോരോ വിഷയങ്ങളിലുമുള്ള അതീവമായ താല്പര്യത്തെ നിയന്ത്രിക്കുന്നതിന് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം.
സങ്കീർണതകളിൽ നിന്നൊക്കെ, സങ്കടങ്ങളിൽ നിന്നൊക്കെ മോചനം നേടണമെന്നുള്ള ആഗ്രഹത്തെ നമുക്ക് സജീവമായി നിലനിർത്താൻ ശ്രദ്ധിക്കാം. അങ്ങനെ ആത്മബോധ ആർജനത്തിന്, ആത്മബോധത്തെ അവനവനെ ആഴത്തിൽ തിരിച്ചറിയാനുള്ള ശ്രമത്തിൽ നമുക്ക് ഭംഗിയായി മുഴുകാൻ സാധിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം ഈ നിലയിൽ അന്തഃശാന്തിയും വൈരാഗ്യവും വളർത്താൻ നമുക്ക് സഹായകമാകട്ടെ. പ്രഭാതത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് പ്രദോഷത്തിൽ കിടക്കുന്നതിന് മുൻപ് ഈ വിഷയം ആത്മപരിശോധന നടത്താനും നമുക്ക് ശ്രദ്ധിക്കാം. ഏവർക്കും ഒരിക്കൽ കൂടി സുദിനം ആശംസിക്കുന്നു.